ഹായ് ഫ്രണ്ട്സ്, അദ്വൈറ്റ്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് വളരെ പെർഫെക്റ്റായിട്ട് എങ്ങനെ ഗീ റൈസ് വീട്ടിൽ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനായി ഞാൻ അരി അളന്നെടുത്ത് ഒരു 2 ഗ്ലാസ് അരിയാണ് ഇതുള്ളത്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ സ്റ്റവ് ഓൺ ചെയ്ത് 3 ഗ്ലാസ് വെള്ളം വെച്ച് നമുക്ക് വെള്ളം തിളയ്ക്കുന്നതായി കാത്തിരിക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കുക്കറിലാണ് ഗീ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും കുക്കർ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്ലെയിം ഓണാക്കി കുക്കറൊന്ന് ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുക്കർ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മിൽമയുടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. സവാള അധികം വാടേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് വാടി വന്നാൽ തന്നെ നമുക്ക് അരി ഇടാവുന്നതാണ്. നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒക്കെ തീ ഹൈ ഫ്ലെയിം തന്നെയാണുള്ളത്. അപ്പോൾ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർക്കാം. പട്ട, കറാമ്പൂ, ഏലക്കായ. ഞാനിവിടെ 2 പട്ട 2 കറാമ്പൂ അങ്ങനെ എടുത്തിട്ടുള്ളത്. ബേ ലീവ്സ് ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. ഇളക്കി യോജിപ്പിക്കാം. എല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ എല്ലാം സവാളയും എല്ലാ നമ്മളിട്ട സ്പൈസസും കാര്യങ്ങളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ശ്രദ്ധിക്കുക, അരി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ തീ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതാണ്. അല്ലെങ്കിൽ നെയ്ച്ചോറ് ആയി വരുന്ന സമയത്ത് അരി ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അരി ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 4 മിനിറ്റ് നേരം ഇതിങ്ങനെ വറുത്താൽ മതി. ഈ നെയ്യും കാര്യങ്ങളൊക്കെ അരിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നെയ്ച്ചോറിന് നല്ലൊരു ടേസ്റ്റ് ഇതുകൊണ്ട് കിട്ടുന്നതാണ്. അങ്ങനെ അരി നന്നായി വറുത്തെടുക്കുകയാണ്. നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർക്കുന്നത് നല്ലതാണ്, അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തിളയ്ക്കാൻ വെച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ചേർക്കാവുള്ളൂ. വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും ശ്രദ്ധിക്കുക. 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളത്തോയത്തിലാണ് നമ്മൾ എടുത്തത്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഉപ്പ് അവരവരുടെ പാകത്തിന് ചേർക്കുക. ഉപ്പ് എപ്പോഴും ഒന്ന് കയറ്റി ഇടുന്നതാണ് എപ്പോഴും നെയ്ച്ചോറിന് നല്ലത്. ഉപ്പ് കറക്റ്റ് ആകുമ്പോഴാണ് നെയ്ച്ചോറിന് ടേസ്റ്റും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ബാക്കി നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇളക്കിയിട്ടുണ്ട്. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കറക്റ്റാണ്. ഇപ്പോൾ നമ്മൾ തീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. കുക്കർ അടപ്പെടുത്ത് മൂടിയതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇടാവുന്നതാണ് സ്റ്റീം വന്നതിന് ശേഷം. അപ്പോൾ ഞാൻ ഇവിടെ കുക്കർ അടച്ചിട്ടുണ്ട്. തീ നമുക്ക് സ്റ്റീം വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ സ്റ്റീം ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം തീ. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി 5 മിനിറ്റാണ്. സ്റ്റീം വന്നതിന് ശേഷം നമ്മൾ 5 മിനിറ്റാണ് ഇതുപോലെ കുക്കർ അടച്ച് വെക്കേണ്ടത്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു 15 മിനിറ്റ് നമ്മൾ ഇങ്ങനെ തന്നെ വെക്കേണ്ടതാണ്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടേ തുറക്കാവുള്ളൂ. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല അടിപൊളി നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ പറ്റി പിടിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്കത് പാത്രത്തിലോട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഞാനിതിൽ അണ്ടിപ്പരിപ്പ്, കാഷ്യൂ, മുന്തിരി അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ എങ്ങനെ അടിപൊളി നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് നെയ്ച്ചോറ് കിട്ടാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തുടർന്നും അടിപൊളി വീഡിയോ ലഭിക്കാനായി ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.